ഹായ്. ഗുഡ് മോർണിംഗ് എന്നേ പറയത്തുള്ളൂ. ഗുഡ് ഈവനിംഗ് പറയാൻ ഞാനിപ്പോൾ ലൈവ് മാർക്കറ്റിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. കാരണം ഡ്യൂട്ടി ആയതുകൊണ്ട് രാവിലെ കുറച്ച് ഭാഗം ഇപ്പോൾ 2, 3 കാര്യങ്ങൾ നല്ലപോലെ പറയാനുള്ളതുകൊണ്ട് ഞാനതങ്ങ് പറഞ്ഞിട്ട് പിന്നെ ബാക്കി അവസാനം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെന്താ ഇന്ന് പറഞ്ഞത്, മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ? മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടുന്ന് ഒരു സഡൻ ഫോള്. ഒരു സെക്കൻഡ്. മാർക്കറ്റ് ഒരു സഡൻ ഫോൾ ഇവിടുന്ന് നടത്തി. ഓക്കെ, മാർക്കറ്റ് സഡൻ ഫോൾ നടത്തി. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അവസരം ഉള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അതിന് മുന്നിൽ 5 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തില്ല. അവിടെ നേരെ റിജക്ഷൻ വന്ന് താഴെ പോയി ഇതിനകത്ത് കടന്ന് ഓസിലേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? ഇതിനകത്ത് കടന്ന് കറങ്ങി കളിക്കുകയായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഡ്രാസ്റ്റിക്കായിട്ട് താഴോട്ട് പെതുക്കെ വന്നു നമ്മുടെ ഇത് പൊട്ടിച്ചു. അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ എന്താ? ഇതിന് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ വൃത്തിയായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ടൊരു ട്രേഡ് നോക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നേരെ റിജക്ഷൻ വന്നു, പിന്നെ മുകളോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു. ഇത് മുകളോട്ട് പോയിട്ടാണ് താഴെ. ഇത് നോക്കി നിങ്ങൾ ഈ വിക്ക് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇവിടം വരെ പോയിട്ടാണ് മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴോട്ട് വന്നത്. പിന്നെയും അടുത്ത ക്യാൻഡിൽ ഇവിടം വരെ ഗ്രീൻ കാണിച്ചിട്ടാണ് ഇതിപ്പോൾ ലൈവ് മാർക്കറ്റിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗ്രീൻ കാണിച്ചിട്ടാണ് മാർക്കറ്റ് നേരെ താഴോട്ട് പോയപ്പോഴും എന്താണ് ഇതിൻ്റെ 0.5% മാത്രമേ ഇത് പ്രശ്നമാണല്ലോ. ഒരു സെക്കൻഡ്, അത് മേടിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ. ഓക്കെ, അപ്പം അതിന് ശേഷം മാർക്കറ്റ് നേരെ താഴെ വന്നു. പക്ഷേ ഇത് നമ്മളവിടെ ഞാൻ എന്താ പറഞ്ഞത്, ഹാഫ് ഇത് ക്ലോസ് ചെയ്തില്ല ഇവിടെ അല്ലേ? ഒരു ഹാഫ് പകുതി അവിടെ, പകുതി ഇപ്പുറമാണ്. അതുകൊണ്ട് നമുക്കിവിടെ കൺഫർമേഷൻ ഇല്ല. അടുത്ത ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. പക്ഷേ ഇവിടെ ക്ലോസ് ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ നോക്കി ഇൻഡിസിഷണലാണ്. പകുതി അപ്പുറത്തോ പകുതി ഇപ്പുറത്തോ ഒരു ഡോജി ഫോർമേഷനുള്ള ഒരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്താ കൺഫർമേഷൻ വേണ്ടത്? ഒരു നല്ല ക്യാൻഡിൽ നമുക്കിവിടെ ക്ലോസിങ് കിട്ടണം. ഇതൊക്കെ ഇത് ഞാനാണെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ചാർട്ടിൽ ട്രേഡ് എടുക്കാൻ പറ്റും എന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പം നമുക്ക് അവിടെ കിട്ടിയില്ല. പിന്നെ ഇവിടെ നിന്ന് റിജക്ഷൻ വന്നതിന് ശേഷം ഇവിടെ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടി. അപ്പോൾ മനസ്സിലായി ഇതിനെ കവർ ചെയ്ത് പോയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇതിനെയും കവർ ചെയ്ത് നമ്മുടെ ഈ റെഡ് ക്യാൻഡിലിനെ നമ്മുടെ ഈ ക്യാൻഡിലിനെ കവർ ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണ്, ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാം. ഇതിൻ്റെ ലോ എന്ത് ചെയ്യണം, ഇതിൻ്റെ ലോ നമുക്ക് ഒരു SL വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡറിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒരു ബിഗിനറിന് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം ഒരു ബിഗിനറിന് പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സിനാരിയോകൾ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കും എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി നമുക്ക് ഇവിടുന്ന് ഒരു അപ്സൈഡ് ബുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ എന്ന് വിചാരിക്കുന്നു എടുത്തവർക്ക്. പക്ഷേ ഇവിടെ നിന്ന് നമുക്കൊരു സാധാരണ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങ് ഒരു ട്രേഡ് ഇല്ല. ഹൈ വോളറ്റൈൽ ട്രേഡാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് നോക്കിക്കുക, മുകളിലോട്ട് നോക്കുകയാണെന്നാണ് നിങ്ങൾ നോക്കിക്കുക. മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു, പിന്നെ മുകളിലോട്ട് പോകുന്നു, പിന്നെ താഴോട്ട് വരുന്നു, പിന്നെ താഴോട്ടും ഇങ്ങനെ ആടിക്കളിച്ചാണ് മുകളിൽ വരെ പോയത്. പക്ഷേ നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. അപ്പോൾ നമുക്കിനി അടുത്ത കൺഫർമേഷൻ, നമുക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. എന്താണ് ഇതിൻ്റെ മുകളിൽ ഇന്നത്തെ ഹൈ, ഇതാണ് ഇന്നത്തെ ഹൈ SL ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഈ ഹൈ SL ഇട്ടുകൊണ്ട് ഇവിടെ ഇത് ക്രോസ് ചെയ്തപ്പോൾ ഇവിടെ വന്നപ്പം മാർക്കറ്റ് വന്നപ്പം ഈ ഹൈ SL ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ SL, വളരെ ചെറിയ SL ഇട്ടുകൊണ്ട് നിങ്ങൾക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതിനുശേഷം അതിൻ്റെ മുകളിൽ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ചെറിയ കൺവിക്ഷൻ ഉണ്ടായിരുന്നു, മാർക്കറ്റ് ഇവിടെ താഴോട്ട് വരും എന്നുള്ളൊരു കൺവിക്ഷൻ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റി, ഇത് മുകളിൽ പോയി ക്ലോസ് ചെയ്ത് ഈ SL നമ്മുടെ SL അടിച്ചോട്ടെ, നോ പ്രോബ്ലം. നമുക്ക് ചെറിയ SL എത്ര അടിച്ച് കൂടി ഒരു 10 പോയിൻറ്റ് കൂടി ഒന്ന് SL അടിച്ച് കാണും ഇല്ലേ, അത് വിട്ടേരെ പോട്ടെ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് പറഞ്ഞ പോലെ തന്നെ റിവേഴ്സ് ചെയ്തു. ഇതിപ്പോൾ ഞാനിത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം അത് എൻ്റെ കൺവിക്ഷനാണ്. അതിപ്പം നിങ്ങളോട് അത് പറയാൻ പറ്റത്തില്ലല്ലോ. അതിനുശേഷം മാർക്കറ്റ് അടുത്തൊരു റെഡ് ക്യാൻഡിൽ വീണു, പിന്നെ റെഡ് ക്യാൻഡിൽ വീണു. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രേഡ് ഇല്ല. നമുക്ക് ട്രേഡ് വരണമെങ്കിൽ ഇവിടെ വരണം. ഇതിന് താഴെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ട്രേഡ് ഇതിന് താഴെ വേണം നമുക്ക് ട്രേഡ്. ഇത് ഡ്രാസ്റ്റിക്കായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു,
നേരെ താഴെ വന്ന് ക്ലോസ് ചെയ്തു. നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലാണ് ഇല്ലേ, ഒരു സ്ട്രോങ് ക്യാൻഡിൽ താഴെ വന്ന് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇത് റീടെസ്റ്റ് എടുത്തു. ഇത് നോക്കിക്കേ, ഇവിടുന്ന് ഇവിടെ താഴെ വന്നിട്ട് ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് നേരെ താഴോട്ട് വന്നു ഇല്ലേ. അപ്പോൾ ഈ റീടെസ്റ്റിനാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഇവിടെ ആയിരിക്കണം നമ്മുടെ എൻട്രി, ഈ റീടെസ്റ്റിന്. ഓക്കെ, ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പോയിന്റ് കിട്ടി. ഏകദേശം ഒരു 25-30 പോയിന്റ് നമുക്ക് ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടം വരെ കഴിഞ്ഞു. നമുക്കൊരു ന്യായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് വിടുക എന്നുള്ളതാണ്. പക്ഷേ എത്ര പേർക്ക് ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി എന്നുള്ളത് കാണത്തില്ല. കാരണം ഇതിനകത്തിൽ ശരിയാണ്, നിങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും പറയാം, എനിക്കും പറയാം. പക്ഷേങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഇത് ചാർട്ടിനകത്ത് വരുമ്പോൾ നമുക്കിത് ഒത്തിരി കൺഫ്യൂഷൻ വരുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ചാർട്ടിനകത്തിൽ നമുക്ക് എങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റും, ചാർട്ടിനകത്തിലെ ക്യാൻഡിൽ കണ്ടുകൊണ്ട് നമുക്ക് അവിടെ ഒരു ട്രേഡ് എങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച തന്നെ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പിന്നെ അതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് വീഴുന്നു, പിന്നെ റീടെസ്റ്റ് ചെയ്ത് നേരെ താഴോട്ട് പോകുന്നു. അവിടുത്തെ പിന്നെ എന്താണ്ട് തിരിച്ച് വീണ്ടും എന്ത് ചെയ്യാനാ, മാർക്കറ്റ് റിവേഴ്സലാണ്. പക്ഷേ റിവേഴ്സൽ കണ്ടാൽ നമുക്കറിയാം. ഇനി നമുക്ക് ഇത് നോക്കാം. ഇതെല്ലാം എന്തുണ്ട്, റിജക്ഷനാണ് മുകളിൽ കണ്ടോ, എല്ലാം ഹൈ സെല്ലിംഗ് പ്രഷർ. അങ്ങനെയാണെങ്കിലും മാക്സിമം ടു മാക്സിമം ഇവിടെ വരെ വന്നാൽ ഇവിടുന്ന് തിരിച്ചൊരു ഫോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, എന്ത് സംഭവിക്കുന്ന ആൾ അറിയത്തില്ല. ലൈവ് മാർക്കറ്റാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം, ഈ മാർക്കറ്റിനെ വാച്ച് ചെയ്യാം. ഓക്കെ, ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് സെല്ലിംഗ് പ്രഷർ. എന്തായാലും ഇന്നത്തെ ഇനി പി നോക്കുവാണെങ്കിൽ ഈ ഹൈ ആയിരിക്കും എസ് എൽ നമ്മുടെ, ഈ ഹൈ ആയിരിക്കും നമ്മുടെ എസ് എൽ. നമുക്ക് നോക്കാം. ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്കൊരു പി ട്രൈ ചെയ്യാം. ഈ എസ് എൽ വെച്ച് ഇച്ചിരി ഹൈ എസ് എൽ ആണ്, അല്ലെങ്കിൽ ഈ എസ് എൽ വെക്കാം. റിസ്ക് എടുക്കുന്നവർക്ക്, ചെറിയ റിസ്ക് എടുക്കുന്നവർക്ക് ഈ എസ് എൽ വെക്കാം, അല്ലാത്തവർക്ക് ഈ എസ് എൽ വെക്കാം. ഈ എസ് എൽ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് ഇങ്ങോട്ട് താഴോട്ട് നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇവിടെ വരെ വരുന്നത് നമുക്ക് നോക്കാം. വന്നെങ്കിൽ മാത്രം നമുക്ക് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഇതിനിടയ്ക്ക് ഇട്ട് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. നോ, അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ഇവിടുന്ന് മാത്രം നമുക്കൊരു ട്രേഡ് ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ വരെ വരണം. ഇവിടെ വരെ വന്നു കഴിഞ്ഞ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം. അപ്പോൾ തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. ഇപ്പം എത്രയായി മാർക്കറ്റിൽ സമയം 12 മണി ആയതേ ഉള്ളൂ. ഓക്കെ, 3 മണി വരെ സമയമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ മാർക്കറ്റിന് ശേഷം ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ലെവലും അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, ഹായ് ഓൾ. അപ്പം നമ്മളുടെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടാണ് ഞാൻ ആദ്യം രാവിലെ നമ്മൾ ചെയ്ത വീഡിയോയുടെ ബാക്കിയാണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? നമ്മൾ ലൈവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെയാണ് അല്ലേ. ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറി തിരിച്ച് താഴെ വന്നു. ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ മുകളിലോട്ട് കയറി പോവാണ്. മാർക്കറ്റ് ഇവിടം വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചൊരു റിവേഴ്സൽ വരുമെന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ. ഇതിന് ശേഷം മാർക്കറ്റ് ഇതിന് ബാക്കിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ വരെ നിർത്തിക്കിട്ടാണ് ഞാൻ പോയത്. അപ്പം ഇവിടെ വരെ വന്നു. നമ്മുടെ ആ ഓപ്പണിംഗ് ലെവലിലൂടെ റെസിസ്റ്റ് എടുത്തിട്ട് മാർക്കറ്റ് നേരെ തിരിച്ച് വീണ്ടും നമ്മുടെ താഴെ ആ ലൈനിൽ വന്ന് ഏകദേശം അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു അല്ലേ. അവിടുന്ന് വീണ്ടും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോയി. ഞാൻ ക്ലിയറായിട്ട് നിങ്ങൾക്ക് തന്ന ഒരു കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സൽ വരും. ഞാൻ കൃത്യമായിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഗ്രൂപ്പിലിട്ടിരുന്നു. എല്ലാവരോടും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളിത് വാച്ച് ചെയ്യണം. 23,262 നിങ്ങൾ വാച്ച് ചെയ്യണം. അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കണമെന്ന് ക്ലിയറായിട്ട് ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം ഈ ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ വീണപ്പോൾ ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. എടുത്തതിന് ശേഷം ഓക്കെ, നിങ്ങൾ എസ് എൽ ഇതിന് ഈ ഹൈ അല്ലെങ്കിൽ ഈ രണ്ട് ഹൈയാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ചെറിയ റിസ്ക് ഉള്ളവർക്ക് ഈ ഹൈയും, അല്ല റിസ്ക് നല്ലപോലെ എടുക്കുന്നവർക്ക് ഈ ഹൈയും ആണ് നമ്മുടെ എസ് എൽ പറഞ്ഞത്. ഈ രണ്ട് എസ് എല്ലിലും ആ ഏരിയയിലെങ്ങും പോയില്ല. ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ വീണു. സെക്കൻഡ് റെഡ് ക്യാൻഡിൽ വീണപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത് നിങ്ങളോട്? നിങ്ങൾക്ക് ന്യായം പാലിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബൈ പ്രൈസ് എസ് എൽ വെച്ചിട്ട് ഈ ട്രേഡ് അങ്ങ് വിട്ടേക്കാൻ ഞാൻ പറഞ്ഞു. സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഇതാ നമ്മുടെ ടാർഗറ്റ്, ഈ ബ്ലൂ ലൈൻ ഇല്ലേ, ആ ബ്ലൂ ലൈനും കഴിഞ്ഞ് അടുത്ത സപ്പോർട്ട് വരെ പോയി നമ്മുടെ ഓൾമോസ്റ്റ് താഴത്തെ സപ്പോർട്ട് വരെ മാർക്കറ്റ് വന്ന് സുന്ദരമായിട്ട് നിങ്ങൾക്കൊരു 50 മുതൽ ഒരു 100 പോയിൻ്റൊക്കെ ഇവിടുന്ന് സുന്ദരമായിട്ട് ഇവിടെ വരെ കിട്ടിയിട്ടുണ്ട്. വേണ്ട, ഒരു 50 പോയിൻ്റ് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമോ? 50 പോയിൻ്റ് എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? 3,500-4,000 രൂപയായി ഇല്ലേ, സുന്ദരമായിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗ്രൂപ്പിൽ പറഞ്ഞത് ഇന്ന് ലോസ് വരുത്തതിനെ മടൽ വെട്ടിയടിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. മനസ്സിലായി? ഇപ്പം നമുക്ക് ഒറ്റ ട്രേഡ് മതി. ഇതിനാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുക, അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ചാടി വീഴുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം
ഇന്നത്തെ ട്രേഡ് എല്ലാവർക്കും മനസ്സിൽ കിട്ടിയില്ല. അതിന് ശേഷം മാർക്കറ്റ് ബാക്കി പിന്നെ നമുക്ക് ട്രേഡില്ല, കാരണം പിന്നെ അങ്ങോട്ടൊന്നും വോളറ്റൈലായിരുന്നു മാർക്കറ്റ്. നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. ഇവിടുന്ന് ഞാൻ എടുക്കാൻ പറഞ്ഞിരുന്നു, ഇവിടുന്ന് നിങ്ങൾക്ക് എത്ര പേര് എടുത്തു എന്ന് അറിയത്തില്ല. അത് പോട്ടെ, നമുക്കൊരു ഒറ്റ ഓപ്പർച്യൂണിറ്റി, ഇതാണ് സൂപ്പർ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി കാണും. ഇങ്ങനെ മാർക്കറ്റിൽ ചില ദിവസങ്ങളിൽ നമുക്ക് അവസരം തരും, വളരെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് മാർക്കറ്റിൽ ചില ദിവസം നമുക്ക് അവസരം കിട്ടും. ആ അവസരത്തിൽ നമ്മൾ ചാടി വീണ് മാക്സിമം നമ്മൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അവസരത്തിനൂടെ, അല്ലാതെ എന്നും നമ്മൾ രാവിലെ കുറി തൊട്ട് രാവിലെ 9:15 വന്നിരുന്ന് രാവിലെ വൈകുന്നേരം 3:30 ഇറങ്ങി പോകുമ്പോൾ കൈക്ക് രാവിലെ കിട്ടിയതും ഉച്ചയ്ക്ക് കൊടുത്തതും പിന്നെ പോക്കറ്റിൽ നിന്ന് കൊടുത്തിട്ടും പോവല്ല ചെയ്യേണ്ടത്. ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് മാർക്കറ്റ് തരും. ആ അവസരങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് ചാടി വീഴണം. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇനി കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇനി നാളത്തെ കാര്യം, ഞാൻ ഇപ്പോൾ ഇച്ചിരി വീഡിയോ ലേറ്റ് ആകാൻ കാര്യം, നമ്മളുടെ യുഎസിൻ്റെ ഇപ്പോൾ ഇൻഫ്ലേഷൻ ഡേറ്റ വരാനുണ്ടായിരുന്നു. അത് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവിടുത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ അതിൽ മന്ത് ഓൺ മന്ത് നെഗറ്റീവാണ്, അതായത് ഇൻഫ്ലേഷൻ കുറവാണ്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അമേരിക്കൻ ഫ്യൂച്ചർ ഇപ്പോൾ ഏകദേശം 586+ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഒരു ഹ്യൂജ് ഗ്യാപ്പപ്പ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ ലെവലുകൾ നോക്കാം അല്ലേ. അപ്പോൾ നാളെ ഗ്യാപ്പപ്പ് ആണെന്നുണ്ടെങ്കിൽ എവിടെ പോയി ഓപ്പൺ ആകും എന്നുള്ള കാര്യം അറിയത്തില്ല. എനിവേ, എന്തായാലും നമുക്ക് മാർക്കറ്റ് ഇതിനകത്ത് ഇപ്പോൾ 213 മാർക്കറ്റ് ക്ലോസ് ചെയ്ത്, ഇതിനകത്ത് തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെയാണ് കുറച്ച് ചെറിയൊരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താനുണ്ട്. ഇതിനെ അങ്ങ് കളഞ്ഞേക്കാം. ഇത് കളഞ്ഞതിന് ശേഷം ഈ ലെവൽ ഇത് നമുക്ക് കുറച്ച് പൊക്കി മേലോട്ട് ഇതെങ്ങനെ ഇരിക്കട്ടെ. ഇതാണ് 100 കറക്റ്റ്. ഓക്കെ, അതിനുശേഷം ഇത് നമ്മുടെ ഓപ്പണിംഗ് ആണ്, അത് ഡിലീറ്റ് കളഞ്ഞേക്കാം, അത് വേണ്ട. അതിനുശേഷം ഇത് നമുക്ക് കളർ മാറ്റണം അല്ലേ. ഇത് കളർ മാറ്റാം, റെഡ്, ഇത് ബ്ലൂ ആക്കാം, ഇത് ബ്ലൂ ആക്കാം. ഓക്കെ, അതിന് ശേഷം ഇതൊരു ടാർഗറ്റാണ്. പക്ഷേ ഇതൊന്നും നാളെ ഒന്നും കൺസിഡർ ആകത്തില്ല. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. നാളെ ഗ്യാപ്പപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല, വിട്ടേരെ, ഈ സാധനം വേണ്ട. നാളെ വലിയ ടാർഗറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പപ്പിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെയോ ഇതിന് മുകളിലൊക്കെ ആയിരിക്കും ഓപ്പൺ ചെയ്തത്. അപ്പോൾ എങ്ങോട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തെന്ന് നമ്മൾ നോക്കുക. എന്തായാലും വരച്ചിട്ടേക്കാം, വരയ്ക്കുന്നതിന് നമുക്ക് കുറവൊന്നുമില്ലല്ലോ. ഇത് വിട്ടിരിക്കട്ടെ. ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് തേർഡ് ടാർഗറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. തേർഡ് ടാർഗറ്റ് ഫോർത്ത് ടാർഗറ്റ് ഇവിടെ എല്ലാം ഇതൊക്കെ വരച്ചിട്ടേ കേട്ടോ. ചിലപ്പോൾ നാളെ ഭയങ്കര ഒരു റാലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്, പറയാൻ പറ്റത്തില്ല. ഇവിടെ കിടന്നോട്ടെ സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പം മുകളിലോട്ടുള്ള ഇത്രയും ടാർഗറ്റ് നമ്മൾ വരച്ചു. ഓക്കെ, അപ്പോൾ നാളെ ഗ്യാപ്പപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 23,400 ആയിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം. ഓക്കെ, 23,400 കടന്നാൽ പിന്നെ 23,500. അതിനുശേഷം ഷോർട്ട് കവറിങ് നടക്കും. 23,400 മുകളിൽ 23 ശ്രദ്ധിച്ചേക്കണം, 23,500 മുകളിൽ നിങ്ങൾ ഭീകരമായിട്ട് ഷോർട്ട് കവറിങ് കാണേണ്ടി വരും. ഓക്കെ, നാളത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ നമുക്കത് പോസിറ്റീവ് ആയതുകൊണ്ട് മാർക്കറ്റ് നല്ല പോലെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിലും എങ്ങനെയാണ് ക്ലോസ് ഇപ്പോൾ US മാർക്കറ്റ് ഇപ്പോൾ 600 അപ്പം ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക, ചിലപ്പോൾ 1,000 ചിലപ്പം പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയണം. എങ്കിലും ഇതിങ്ങനെ കിടന്നോട്ട്, ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ. ഓക്കെ, ഇതിങ്ങനെ ഇത്ര, പിന്നെ ബാക്കി ഇങ്ങോട്ട് ഇത്ര കഴിയും. ഞാനിങ്ങനെ താഴോട്ട് ഇത്ര വരയ്ക്കുന്നുള്ളൂ, കൂടുതൽ വരയ്ക്കുന്നില്ല, കാരണം നാളെ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് ടാർഗറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 23,335, സെക്കൻഡ് ടാർഗറ്റ് 23,400, അടുത്ത ടാർഗറ്റ് 23,500, പിന്നെ 23,596, പിന്നെ 23,727. ഇത്രയുമാണ് നമുക്ക് നാളെയുള്ള ടാർഗറ്റുകൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്യാപ്ഷൻ ഇതാണ്, അവൻ വരുന്നുണ്ട്. ഓക്കെ, അവൻ ഇനി എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും വാട്സപ്പിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്, അതിനകത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നാണ് നമ്മളൊരു 10,000 രൂപയുടെ കോളാണ് ഒറ്റ സ്ട്രെച്ചിട്ട് നമ്മൾ കൊടുത്തത്. 10,000 രൂപ കൊടുത്താൽ പോലും കിട്ടാത്തൊരു കോളാണ് നമ്മളിന്ന് കൊടുത്തത്. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വളരെ റെയറായിട്ട് നമുക്ക് കിട്ടും.
അത് ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.